തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവായി ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ IPS ഉദ്യോഗസ്ഥനുമായ കെ അണ്ണാമലൈ പാർട്ടി വിടുന്നു. ചൊവ്വാഴ്ച ഡൽഹിയിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം തന്റെ രാജി സമർപ്പിച്ചു. ദേശീയ സെക്രട്ടറി BL സന്തോഷും പങ്കെടുത്ത ഈ നിർണായക ചർച്ചയിൽ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അണ്ണാമലൈ വ്യക്തമാക്കിയതായാണ് വിവരം. ഇനി സ്വന്തം പാത തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു. അണ്ണാമലയെ പാർട്ടിയിൽ നിലനിർത്താൻ ബി.ജെ.പി. ദേശീയ നേതൃത്വം പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തെങ്കിലും അണ്ണാമലൈ അത് നിരസിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന് ആകർഷകമായ ഒരു ദേശീയ പദവി നൽകുന്ന കാര്യവും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ ഡൽഹി വിട്ടുപോകരുതെന്ന് നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈകുന്നേരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അണ്ണാമലൈ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അണ്ണാമലൈയുടെ രാഷ്ട്രീയ ഭാവിയിൽ പൂർണ്ണമായ വ്യക്തത വരിക. അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്റെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കുമെന്ന് അണ്ണാമലൈ അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റപ്പെടുകയും പുതിയ അധ്യക്ഷനായി നയനാർ നാഗേന്ദ്രൻ ചുമതലയേൽക്കുകയും ചെയ്തതു മുതൽ അണ്ണാമലൈ പൊതുവേദികളിൽ നിന്നും പാർട്ടി പരിപാടികളിൽ നിന്നും വലിയ തോതിൽ തന്നെ അകലം പാലിച്ചിരുന്നു. ബി.ജെ.പിയിൽ ഇനി തനിക്ക് ശോഭനമായ ഭാവിയില്ലെന്ന അദ്ദേഹത്തിന്റെ വിലയിരുത്തലാണ് ഇപ്പോൾ രാജി തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ബി.ജെ.പി. വിട്ടതിനു ശേഷം അണ്ണാമലൈ സ്വന്തമായി ഒരു ജനകീയ മുന്നേറ്റം ആരംഭിക്കാനാണ് സാധ്യത. ഭാവിയിൽ ഇത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയേക്കുമെന്നും രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും AIADMKയുമായുള്ള ബി.ജെ.പിയുടെ സഖ്യ രൂപീകരണവുമാണ് അണ്ണാമലയെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ. 2020 രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അണ്ണാമലൈ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബി.ജെ.പി. അധ്യക്ഷനായാണ് ശ്രദ്ധേയനായത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി AIADMKയുമായുള്ള സഖ്യം പുതുക്കുന്നതിനായി 2025 അണ്ണാമലയെ മാറ്റി നയനാർ നാഗേന്ദ്രനെ ബി.ജെ.പി. അധ്യക്ഷനാക്കിയതോടെയാണ് അണ്ണാമലൈ നേതൃത്വവുമായി അകന്നത്. നേരത്തെ MGR, ജയലളിത എന്നിവർക്കെതിരെ അണ്ണാമലൈ നടത്തിയ കടുത്ത വിമർശനങ്ങൾ AIADMKയുമായുള്ള ബി.ജെ.പിയുടെ ബന്ധം വഷളാക്കുകയും ഇരു പാർട്ടികൾക്കും കനത്ത തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന കോയമ്പത്തൂരിൽ സീറ്റ് ലഭിക്കാതെ വന്നതും അദ്ദേഹത്തെ നിരാശനാക്കിയിരുന്നു. നിലവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായുള്ള നടൻ വിജയുടെ പെട്ടെന്നുള്ള രാഷ്ട്രീയ വളർച്ചയ്ക്ക് പിന്നാലെ അണ്ണാമലൈ ബി.ജെ.പി. വിടുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ അഴിച്ചുപണികൾക്ക് വഴിതെളിച്ചേക്കാം.